ഉറി, പുൽവാമ ഈ രണ്ട് ആക്രമണങ്ങൾക്ക് ശേഷമുണ്ടായ നടപടികളെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ആദ്യം ഉണ്ടായ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്, പിന്നെ അത് ബാലക്കോട്ട് ആക്രമണം ഉണ്ടായി. അപ്പോൾ സമാനമായ രീതിയിലൊരു ഒരു തിരിച്ചടി അതിനെക്കുറിച്ച് അതിനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? അതോ ഇത് ഈ നയതന്ത്ര നടപടികളിൽ ഒതുക്കുമോ? എന്താണ് തോന്നുന്നത്? ഇവിടെ പിന്നെ ഒരു കാര്യം നമ്മൾ അത് കൂടി മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ട് പോകുന്നത്. നമ്മൾ കാണേണ്ട കാര്യം പുൽവാമയുടെ പ്രാധാന്യം പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന്റെ മറുപടിയിലുണ്ട്. അത് രണ്ട് ലിങ്ക്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പുൽവാമയിൽ ബൈസരൺ എന്ന് പറയുന്ന സ്ഥലം, പുൽവാമ തന്നെ വളരെയധികം ഈ വിനോദസഞ്ചാരികൾ ഏറ്റവും അധികം സഞ്ചരിക്കുന്ന, അതായത് വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് കാശ്മീരിന് ഏറ്റവും അധികം സമ്പത്ത് ലഭിക്കുന്ന പ്രദേശമാണ് പുൽവാമ. അതിൽ തന്നെ ഈ ബൈസരൺ പുൽമേടുകൾ എന്ന് പറയുന്നത് പിന്നെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. റൈറ്റ്. അത് എന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാരത്തിലൂടെ പുൽവാമയിലെ പെഹൽഗാമിനെ കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്. സോറി പുൽവാമ, പഹൽഗാം എന്ന് പറയുന്ന പ്രദേശത്താണ് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ വരുന്നു. അതിൽ തന്നെ ഈ പറഞ്ഞ ബൈസരൺ പുൽമേട്. റൈറ്റ്. അപ്പൊ ആ പിന്നെ പ്രദേശത്തിന്റെ അതായത് ഇപ്പോൾ ഏറ്റവും അധികം പിന്നെ വരുമാനം കാശ്മീരിന് ലഭിക്കുന്നതും അതിലൂടെ കൂടുതൽ തൊഴിൽ ലഭിക്കുന്നതും ഈ വിനോദസഞ്ചാര മേഖലയിൽ നിന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചാളിന് മുമ്പ് 4000-ഓളം കോൺസ്റ്റബിൾമാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പരസ്യം കൊടുത്തപ്പോൾ 5 ലക്ഷം ആളുകളാണ് അപേക്ഷിച്ചത്. അത്രമാത്രം ശക്തമാണ് അവിടുത്തെ തൊഴിലില്ലായ്മ. അതിന് ഒരു പരിധിവരെ അവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കുന്ന ഒരു മേഖലയാണിത്. അപ്പൊ ഈ പറഞ്ഞ പഹൽഗാം എന്ന് പറയുന്ന പ്രദേശം വളരെയധികം വിനോദസഞ്ചാരത്തിന് പ്രാധാന്യമുള്ളതും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബൈസരൺ പുൽമേടുകൾ അതുപോലെ തന്നെ മറ്റൊരു വലിയ പ്രാധാന്യം പഹൽഗാമിനുള്ളത് ഇത് മറ്റേ തീർത്ഥാടനം ഉണ്ടല്ലോ, അമർനാഥ് യാത്ര. അമർനാഥ് യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് പഹൽഗാം. അപ്പൊ അവിടെ വലിയ വിശ്രമ കേന്ദ്രവും പഹൽഗാമിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടാവുകയും, എന്താണ് ആക്രമണം ഉണ്ടായതിന്റെ സവിശേഷത ആലോചിച്ച് നോക്കൂ. ഒന്ന്, പിന്നെ ഈ പട്ടാളക്കാര് ദൂരെ നിന്ന് വെടിവെക്കുകയോ അല്ലെ ഭീകരന്മാർ ദൂരെ നിന്ന് വെടിവെക്കുകയോ ഡ്രോണുകളിലൂടെ ആക്രമണം നടത്തിയോ അല്ല ആളുകളെ കൊന്നത്. ഈ അവര് പിന്നെ ദേഹത്തൊക്കെ ഘടിപ്പിച്ച ക്യാമറ ഉൾപ്പെടെ യന്ത്രത്തോക്കുകളുമായിട്ട് വന്ന് ആളുകളെ തെരഞ്ഞു പിടിച്ച് മതം ചോദിച്ച് പേര് ചോദിച്ച് മാറ്റി നിർത്തി വെടിവെച്ച് കൊന്നിട്ട് അവർ നടന്നു പോവുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത്രയും സുപ്രധാനമായ തന്ത്രപ്രധാനമായ പഹൽഗാം പോലെയുള്ള സ്ഥലത്ത് വേനൽക്കാലത്ത് ടൂറിസ്റ്റുകൾ അവിടെ വരുമെന്നറിയാവുന്ന സ്ഥലത്ത്, അമർനാഥ് യാത്ര പോലെയുള്ള സുപ്രധാനമായ ഒരു യാത്ര നടക്കുന്ന സ്ഥലത്ത്, അവിടെ ഒരു വലിയ ക്യാമ്പുള്ള സ്ഥലത്ത് ഈ ഇത്രയ്ക്ക് ഇവർ വന്ന് ഈ ഭീകരന്മാർക്ക് സാവകാശം വന്ന് ഈ ആക്രമണം നടത്തി സാവകാശം നടന്ന് മറയാനുള്ള സാഹചര്യം ഉണ്ടായത് വാസ്തവത്തിൽ വളരെ വലിയ ഈ ഇന്റലിജൻസ് പിഴവാണ്. അപ്പൊ പിന്നെ അമിതാഭ് മട്ടു എന്നൊക്കെ പറയുന്ന ഈ നരേന്ദ്രമോദിയുടെ വിദേശ നയങ്ങളെ അതിശക്തമായി പിന്തുണയ്ക്കുന്ന ജമ്മു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ആൾ ഇന്ന് എഴുതിയ ലേഖനത്തിൽ മാസീവ് ഇന്റലിജൻസ് ഫെയിലിയർ എന്നാണ് എഴുതിയിരിക്കുന്നു. അപ്പൊ അതായത് നരേന്ദ്രമോദി സർക്കാരിനെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്ന, നയങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരാള് ഇന്ന് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന മാസീവ് ഇന്റലിജൻസ് ഫെയിലിയർ എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ സുപ്രധാനമായ രണ്ട് കാരണങ്ങളാൽ സുപ്രധാനമായ, വിനോദസഞ്ചാരത്താൽ സുപ്രധാനമായതും ഈ അമർനാഥ് യാത്രയാൽ സുപ്രധാനമായതുമായ സ്ഥലത്ത് ഈ ഇങ്ങനെയൊക്കെയുള്ള സുരക്ഷ ഉറപ്പാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ആഭ്യന്തരമന്ത്രിയോട് ജനങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇവിടെ വരൂ, വിനോദസഞ്ചാരത്തിന് വരൂ എന്ന് ഞങ്ങളെ ഈ ഇത്രയും സുരക്ഷയില്ലാത്ത സ്ഥലത്തേക്കാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയതെന്നാണ് ചോദിച്ചത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ വളരെ വലിയ സുരക്ഷാ പിഴവ്, ഇത്രമാത്രം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പിന്നെ ഈ ആളുകളെ, ഈ ഭീകരന്മാർക്ക് കടന്നു കയറി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആളുകളെ കൊല്ലാൻ കഴിഞ്ഞു. രണ്ട്, മനസ്സിലാക്കേണ്ട കാര്യം, പ്രധാനപ്പെട്ട ഒരു സൈനിക താവളത്തിന്റെ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. ആ 7 കിലോമീറ്റർ സ്ഥലത്തേക്ക് വരാൻ അവിടെ സേനകൾക്ക് വരാൻ 1 മണിക്കൂറിലേറെ സമയമെടുത്തു എന്നാണ് വാർത്തകൾ. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഈ ഉദാഹരണത്തിന് ഈ അമർനാഥ് തീർത്ഥയാത്ര നടക്കുന്ന സന്ദർഭമായിക്കൊള്ളട്ടെ, ഒരുപാട് യാത്രക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ എങ്ങനെ നേരിടാനായിട്ട് കഴിയും? 1 മണിക്കൂർ, അതായത് 7 കിലോമീറ്റർ ദൈർഘ്യം നമ്മുടെ സേനകൾക്ക് ഇപ്പോൾ വരാനെടുത്ത് 1 മണിക്കൂറിലേറെ സമയമാണ്. ആ 1 മണിക്കൂറിലേറെ സമയം എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? ഒരു ഇന്ത്യയെ നമ്മൾ പറയുന്നത്, നമ്മൾ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു, നമ്മൾ വലിയ രാഷ്ട്രീയ ശക്തിയാകുന്നു, നമ്മൾ വലിയ സൈനിക ശക്തിയാണ് എന്നൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുന്ന വേളയിലാണ് ഈ ഒരു 7 കിലോമീറ്റർ വ്യത്യാസത്തിൽ നടന്നൊരു ആക്രമണത്തെ നേരിടാൻ സൈന്യത്തിന് 1 മണിക്കൂറിലേറെ വേണ്ടി വന്നത്.
അത് വാസ്തവത്തിൽ അപ്പൊ ഇങ്ങനെയുള്ള വലിയ ഇന്റലിജൻസ് പിഴവ് ഉണ്ടായതിന്റെ ഗൗരവം വാസ്തവത്തിൽ പരിശോധിക്കേണ്ടതാണ്. അത് വലിയ പിഴവാണ് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇത്രയും ഒരു പ്രാധാന്യമുള്ള സ്ഥലത്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പിഴവിനെ മറയ്ക്കാനുള്ള ശ്രമം നടത്തരുത് ഗവൺമെന്റ്. ആ പിറവിനെ അതായത് നമ്മളിപ്പോ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നു, അങ്ങനെയുള്ള ഉള്ളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിക്കൊണ്ട് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉണ്ടായ പിഴവിനെ മറയ്ക്കാനുള്ള ശ്രമം നടത്തുക. അപ്പൊ അതാണ് ഇപ്പൊ ഈ ഒരു പക്ഷേ ആക്രമണം നടത്താം, കാരണം ഈ ഒരു പിഴവിനെ മറയ്ക്കുന്നതിന് വേണ്ടി കൂടി ഒരു പക്ഷേ പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ഇന്ത്യ ഗവൺമെന്റ് ആക്രമണം നടത്തിക്കൂടായികയില്ല. ആക്രമണം നടത്താനുള്ള എല്ലാ അവകാശങ്ങളും നമുക്കുണ്ട്. കാരണം പാകിസ്ഥാനിൽ നിന്നും പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരന്മാര് ഏതെങ്കിലും അതിർത്തി താവളങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയെങ്കിൽ ആ ആക്രമണം നമ്മൾ നടത്തും. ആ നടത്താനുള്ള അവകാശങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ നടത്തുമ്പോൾ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ നിരപരാധികളായിട്ടുള്ള ആളുകളെ ഈ മരിക്കാൻ വിട്ടുകൊടുക്കുന്ന തരത്തിലുള്ള സമീപനം നമ്മുടെ ഇന്റലിജൻസ് വീഴ്ച മൂലം ഉണ്ടായോ എന്ന് വാസ്തവത്തിൽ പരിശോധിക്കുക കൂടി വേണം.